നമസ്കാരം. എൻ്റെ പേര് മാഹിൻ എന്ന് പറയും. നിങ്ങൾ എനിക്ക് തന്നൊരു പേരുണ്ട്, മാഹിൻ മൂവാറ്റുപുഴ. ഞാനിപ്പോൾ ഈ ഓൺലൈൻ വീഡിയോയിൽ വരാൻ മെയിൻ കാരണം, ഇപ്പോൾ യൂട്യൂബറാന്നും പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്, നിബില്ലി. അയാൾക്കെതിരെയായിട്ടാണ് ഞാൻ. ആ ഒരാൾക്കും എതിരെ വിമർശനങ്ങളുമായിട്ട് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഈ യൂട്യൂബിൽ ഒരുപാട് അപമാനിച്ച ഒരു വ്യക്തിയാണ് നിബില്ലി. അതുപോലെ തന്നെ അഭിലാഷാട്ടായത്തിന്, അലിജോസ് പെരേര, സന്തോഷ് വർക്കി, വിഷ്ണുദാസ്, ഇവർക്കെതിരെയൊക്കെയായിട്ട് വിമർശനങ്ങളുമായി വന്ന ഒരാളാണ് നിബില്ലി. നിബില്ലി വിമർശിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം വിമർശനങ്ങളൊക്കെ നല്ലതാണ്. ഇപ്പൊ ഈ സമൂഹത്തിൽ മൊത്തം നടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, അനീതിയാണ്. അതൊന്നും ഞാൻ ഉൾക്കൊണ്ട് അത് ഞാൻ അത്ര മനസ്സിലിരുത്തി ഒരേ കാര്യങ്ങളായിട്ട് ഞാൻ അത് കണ്ടിട്ടില്ല എന്തായാലും. പക്ഷെ ഇത് ഈ സമൂഹത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഞാനൊരു ഇന്ത്യൻ പൗരനായതുകൊണ്ട്, ഒരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട്, ഒരു പുരുഷനായതുകൊണ്ട്. നീ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പൊ നീ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തരമായ ഒരു കാര്യങ്ങളാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ വിമർശിക്കലും അവരെ നീ അപഹാസ്യമായി കളിയാക്കുന്നതും. നിനക്കെന്ത് യോഗ്യതയുണ്ട് ഒരാളെ കളിയാക്കാൻ? നിബില്ലിയോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുണ്ട്? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ ഒരാളെ അപഹാസ്യമായി കളിയാക്കാൻ? എന്തെങ്കിലും ഒരു കഴിവ് നിന്നിലുണ്ടോ? നിന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവനക്ക് വീഡിയോ നമ്മൾ ചെയ്താൽ അവന് എതിരെ വീഡിയോ ആയിട്ട് വരുമെന്ന്. വീഡിയോ ആയിട്ട് വന്നോട്ട്. വീഡിയോ ആയിട്ട് വന്നതുകൊണ്ടല്ല, ഇത് എന്നെ കൊണ്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പല ആൾക്കാരെ നാറി അല്ലെങ്കിൽ തെണ്ടി, പട്ടി എന്നൊക്കെ നീ വിളിക്കാറുണ്ട്. പക്ഷെ എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കാൻ നിന്റെ ഇതല്ല എൻ്റേത് സംസ്കാരം. ഒരാളോട് ബിഹേവ് ചെയ്യുന്നത് പോലെ ഇരിക്കും അവനോട് പെരുമാറുന്ന ഒരു രീതിയുണ്ട്. അല്ലേ? ശരിയല്ലേ ഞാൻ ചോദിച്ചത്? സമൂഹം പറയട്ടെ. ഇപ്പൊ ഞാനിപ്പോ ഈ ഓൺലൈൻ വീഡിയോയിൽ വരാൻ മെയിൻ ഒരു കാരണമാണ് ഇത് മാത്രം. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ലിബില്ലി. നീ മറ്റുള്ളവരുടെ യൂട്യൂബിൽ ചെന്നിട്ടും ഫേസ്ബുക്കിൽ ചെന്നിട്ടും ഇൻസ്റ്റഗ്രാമിൽ ചെന്നിട്ടും ജീവിക്കാൻ മാർഗമില്ല. അതിലും നല്ലത് നിനക്ക് എവിടെയെങ്കിലും പോയി തെണ്ടുമല്ലേ? അതിൽ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നിനക്കിപ്പോൾ വന്നേക്കുന്ന കുറച്ച് വീഡിയോസ്. ഞാനിപ്പോൾ ഇട്ട് തരാം, ഈ ജനങ്ങളൊക്കെ കാണും. അതിനുശേഷം എനിക്കെതിരെ വീഡിയോ ചെയ്യുന്ന എനിക്കറിയാം. ചെയ്തോ, വീഡിയോ ചെയ്യണേക്ക് നല്ലതാണ്. പക്ഷെ ഒരാളെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ വേണം. ആ സത്യാവസ്ഥ നിന്റെ കയ്യിലില്ല. ഉണ്ടോ? ഇല്ല. പിന്നെ അന്ന് നിന്നോട് ഞാൻ വന്ന് പറഞ്ഞു, അത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അത് നമുക്ക് അവരായിട്ട് യാതൊരു പ്രശ്നം കാര്യങ്ങളും പോണ്ട, നമ്മളെന്തായാലും ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് അതിൻ്റെതായ ഒരു കാര്യങ്ങൾ ചെയ്തു പോകണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നീ അങ്ങനെയുള്ള ആളാണെങ്കിലും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. മനസ്സിലായില്ലേ? അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിബില്ലി ഇത് മനസ്സിലാക്കുക. ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാതിരുന്നാൽ ദൈവം എന്തെങ്കിലും ഒരു വഴി എവിടെയെങ്കിലും തരും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൽ പല ആൾക്കാരും ഇപ്പം എന്നോട് വന്ന് ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെതിരെ വീഡിയോ ചെയ്യാൻ. ഞാൻ അതിനാണ് വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ മറ്റുള്ളവർ കാണണം, അതിനു വേണ്ടി മാത്രം. കാരണം ഈ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ നാട്ടില് ഈ യാചകന്മാരെന്ന് പറഞ്ഞ പിച്ചക്കാര്, അത് അവര് വീടുകളിൽ വന്ന് കൈനീട്ടിയൊക്കെയാണ് മേടിച്ചു പോകണം. അല്ലേ? ഇപ്പൊ അങ്ങനെയല്ല, ഓൺലൈനിൽ കൂടെയാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നിന്റെ ഒരു വീഡിയോ ഞാനിപ്പോ കുറച്ച് കഴിയുമ്പോൾ ഇട്ട് തരാം, നീ ഒന്ന് കണ്ടു നോക്ക്. ഇതിൽ വരും ഇപ്പൊ നിന്റെ വീഡിയോ. അപ്പൊ നീ ഒന്ന് കാണണം കേട്ടോ. ഷവർമ വേണം, ബിരിയാണി വേണം, പെട്രോൾ അടിച്ചു തരണം. ആരാണ് നീ? ആരാണ്? നിനക്കെന്ത് യോഗ്യതയുണ്ട്?
മറ്റുള്ളവരുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ഇപ്പൊ ഗൂഗിൾ പേയിൽ അയച്ചാലും കിട്ടില്ല. വല്ല പണിക്കും പോടാ, പെൻഡിങ് ആണ്. അതിന് ഞാൻ പണിയെടുത്ത് ജീവിക്കുക. 10 പട്ടിക്ക് തിന്നാനുള്ള ഇറച്ചി ഉണ്ടല്ലോ നിന്റെ ശരീരത്തില്. ഇനിയിപ്പോ വേണ്ട നാറി. അയ്യേ, നീയാണോ യൂട്യൂബർ? നീ എന്ത് യൂട്യൂബർ? നീ നാണാവൂലടാ. അയ്യയ്യേ, ഞങ്ങൾക്കൊക്കെ സമൂഹത്തിലൊരു വിലയുണ്ട്. ആ സമൂഹത്തിൽ വിലയുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ വീഡിയോയിൽ നിന്നെ പോലെയുള്ള ഈ ഊളത്തരങ്ങൾ കാണിക്കാൻ വരാത്തത്. ആദ്യം ഇത് മനസ്സിലാക്കിയോ നീ? ഞങ്ങൾക്കെതിരെ നീ വിമർശിച്ച് തെറിയിടുന്നതും എല്ലാം ഞാൻ കാണുന്നുണ്ട്. നിന്നെ പേടിച്ചിട്ടെല്ലാം ഉണ്ടായിരുന്നത്. അതാദ്യം നീ മനസ്സിലാക്കുക. എനിക്ക് മേളിലൊരാളെ മാത്രമേ പേടിയുള്ളൂ, താഴെ എനിക്ക് ആരെയും പേടിയില്ല കേട്ടോ. അപ്പൊ നീ അത് മനസ്സിലാക്കണം. നീ ഇനിയും നന്നാവട്ടെ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പൊ എന്തായാലും നീ വീഡിയോ കാണും. നിനക്ക് ഇതിനൊരു താക്കീതാണ് ഞാൻ തരുന്നത്. ആ താക്കീത് നിനക്കത് പഠിച്ചില്ലെങ്കിൽ അടുത്ത താക്കീതായിട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കും ഒരുപാട് വീഡിയോസ്. എനിക്കത് ഇട്ട് തരാൻ 100 ആൾക്കാരുണ്ട് നിന്റെ കൂട്ടത്തിലുള്ളവര്. അപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങോട്ടും ചൊറിയായിരുന്നു. ഈ ചൊറിച്ചിലാണ് നിങ്ങൾ യൂട്യൂബർ ആവുന്നത്. അങ്ങനെയാണോ? ചൊറിച്ചിലാണോ യൂട്യൂബർ ആവുന്നത്? സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് യൂട്യൂബർ. നീ എന്ത് നല്ല കാര്യം ചെയ്തേക്കുന്ന ഒന്ന് പറയാമോ? എടാ, എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ചാരിറ്റി പ്രവർത്തകനാണ്. ഇവിടെ മൂവാറ്റുപുഴ മേഖലാ പൗരസമിതിയുടെ വൈസ് പ്രസിഡന്റാണ്. ഇവിടെ പാർട്ടി അംഗത്വമുള്ള വ്യക്തിയാണ്. അതിലുപരി ഒരു ചെറിയ പാട്ടുകാരനാണ്. ഒരുപാട് സ്റ്റേജുകളിൽ കയറി ആദരവുകൾ വാങ്ങി. നിനക്ക് എന്തെങ്കിലും ഒരു തേങ്ങാക്കൊല നിനക്കുണ്ടോ? എടാ, ഒരാളെ നമ്മള് മാനസികമായി പീഡിപ്പിക്കുമ്പോൾ അവൻ കുറച്ചൊക്കെ എന്തുകൊണ്ടാണ്? അവൻ പൊട്ടനല്ല, അവൻ നിന്നിലും ബുദ്ധിയും ബോധമുള്ളവനായതുകൊണ്ടാണ്. ആദ്യം അത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ പോകാൻ നോക്കുക. ദൈവം നല്ലത് വരുത്തട്ടെ. ഓക്കെ.